അപ്പോൾ പത്തിരി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1.25 കപ്പ് അരിപ്പൊടിയാണ്. പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പാത്രത്തിൽ പൊടി എടുക്കുമല്ലോ, ആ സെയിം പാത്രത്തിൽ തന്നെ വെള്ളം അളക്കുക. ആ ഒരു മെഷർമെന്റ് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഞാനിവിടെ 1.25 കപ്പ് അരിപ്പൊടിയുടെ കൂടെ ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മൈദ കൂടി ചേർക്കണത് വേറെ ഒന്നിനുമല്ല, ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും മൈദ ചേർക്കണമെന്നില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈദ ചേർക്കും. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല, നമ്മൾ 1.5 കപ്പ് പൊടി എടുത്ത കാരണം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ കിട്ടുന്ന പൊടിക്ക് എല്ലാവരും സ്ഥിരം ഒരു സ്ഥലത്ത് നിന്ന് തന്നെയായിരിക്കുമല്ലോ മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ച് വെള്ളം വെക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക കേട്ടോ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടി ഇടാം. അപ്പോൾ പൊടി ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇടുമ്പോൾ സ്പ്രെഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തവി കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റക്കട്ടയായിട്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് വീഴുക. അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മിനിറ്റ്. ഇപ്പോൾ അത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചിലവർ പൊടി ഇട്ട ഉടനെ മിക്സ് ചെയ്യും, ചിലവരാണെന്നുണ്ടെങ്കിൽ കുറച്ചേരം വേവിച്ചിട്ടായിരിക്കും മിക്സ് ചെയ്യുക. ഈ 2 രീതിയിൽ ചെയ്യണവരും ഉണ്ട്. അപ്പോൾ മറ്റേവർ ആദ്യം തന്നെ മിക്സ് ചെയ്യണവർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. ഇതുപോലെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുക്ക് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി തമ്മിലൊന്ന് കൂട്ടി ഒറ്റ മാവായിട്ട് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ചൂടുണ്ടാവും കേട്ടോ, ഒരുപാട് ചൂടൊന്നും മാറിയിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ മുക്കിയിട്ട് വേണം ഇതൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളിത് നന്നായിട്ട് കുഴക്കണത്. അപ്പോൾ ആദ്യം കുറേശ്ശെ വെള്ളം നമ്മൾ കയ്യിൽ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വെച്ചേക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് നല്ലോണം മാറിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. കുഴച്ചെടുക്കണതിൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കട്ട് ചെയ്തില്ല നേരിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. തൊടുമ്പോൾ നല്ല കൈ ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം. ആ ഒരു പരുവം വരെ നന്നായിട്ട് കുഴച്ചെടുക്കാവേ. പിന്നെ ഈ പത്തിരി എന്ന് പറഞ്ഞാൽ എപ്പോഴും സോഫ്റ്റ്നെസ് അതിന്റെ കുഴയിലാണ്. അപ്പോൾ നന്നായിട്ട് കുഴക്കണം, എന്നാൽ മാത്രമാണ് പത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുഴച്ചിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴത്തേക്കും നല്ല ഉള്ളിലേക്ക് പോകും. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 കട്ട് ചെയ്തിട്ട് ഓരോന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ബോൾസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും. ചിലവർ നന്നായിട്ട് സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ പ്രസ് ചെയ്തിട്ട് പരത്തും കൂടി ചെയ്യും. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ പൊടിയൊക്കെ പോകുള്ളൂ. ചിലവർ പ്രസ് ചെയ്തിട്ട് പൊടിയിൽ മുക്കി നന്നായിട്ട് തട്ടിയെടുക്കും. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ ഈ ഒരു കനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നൈസാവും. അത് നമ്മളൊന്ന് പരത്തും കൂടി ചെയ്യുമ്പോൾ. അപ്പോൾ 2 വശവും പൊടിയിൽ അരിപ്പൊടിയിൽ തന്നെയാട്ടോ പൊടിയിൽ മുക്കിയിട്ട് നമ്മളിത് ഇങ്ങോട്ട് മാറ്റി വെക്കും. അതുപോലെ എല്ലാം ഞാൻ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പത്തിരി വെക്കുമ്പോൾ ഒരു സൈഡ് മാത്രം പൊടി മുക്കിയാൽ മതി കേട്ടോ. ഒരുപാട് പൊടി അതിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പരത്താൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച അത്യാവശ്യം പൊടികളൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇങ്ങനെ എക്സസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളഞ്ഞേക്കാം. അപ്പോൾ ഈ ഒരു വട്ടത്തിൽ ഞാനിവിടെ എല്ലാം പരത്തി വെക്കാൻ പോവാണ്. ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഒരു ഇതിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 ഇടാൻ പറ്റും. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവണം, എന്നിട്ട് വേണം കേട്ടോ പത്തിരി ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ പൊങ്ങി വരില്ല. അപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റോസ് പോലെ ഒരെണ്ണം നടുക്കൊന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ അത് ചൂടാവണം. ഇപ്പൊ ചൂടാവുമ്പോൾ കണ്ടില്ല ഇങ്ങനെ ആവി പറക്കണം, ശരിക്കും കാണാൻ പറ്റൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനു മുമ്പ് വലിയ ചട്ടിയൊക്കെ ഗ്യാസിൽ വെക്കുമ്പോൾ എല്ലാം അവിടെ ഒരുപോലെ ചൂടത്തില്ല. അതുകൊണ്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം അവിടെ ഒരുപോലെ നമുക്കിങ്ങനെ ചൂട് കിട്ടും. അപ്പോൾ ഒറ്റ ഇതാണ് ചൂടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് 2 സൈഡിലേക്കോ മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിയുമ്പോൾ ഇത് ശരിക്കും ഒരൊറ്റ കൊമ്മള പോലെ നന്നായിട്ട് പൊങ്ങാൻ തുടങ്ങും കേട്ടോ. ഇനി പൊങ്ങാത്ത സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ തവി കൊണ്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒറ്റ ബബിളായിട്ട് പൊങ്ങി കിട്ടും. പത്തിരി എപ്പോഴും പൊങ്ങിയാലാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒരു 2 ലെയർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പത്തിരി ചുട്ടിട്ട് നമ്മൾ ചുട്ട ഉടനെ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കരുത് കേട്ടോ.
ചുട്ട ഉടനെ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടേക്കുക. കാരണം നിരത്തിയിട്ടില്ലെങ്കിൽ ഒന്നിൻ്റെ നല്ല ചൂടല്ലേ, ആവി വെള്ളം വീണിട്ട് പത്തിരി വല്ലാണ്ട് അങ്ങോട്ട് അലുത്തു പോവും. അപ്പോൾ വേഗം നിരത്തിയിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ അടുക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. ഇനി അഥവാ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.